അടിപൊളിയാണ്. അപ്പൊ ഇവരൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുകയെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നാണ് കേട്ടോ ആ ഒരു സംഭവിച്ചത്. എന്താ ഇന്ന് സംഭവിച്ചത് ചോദിച്ചാൽ വേഗം ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മളെ വീഡിയോയിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമ്മളെ വീഡിയോ തുടങ്ങുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ ഒരു 6:15 കൂടിയാണ് നമ്മളെ വീഡിയോ ഓപ്പൺ ചെയ്തത്. ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അപ്പോഴാണ്. ഇന്ന് പിന്നെ നമുക്ക് പരസ്യം കൂടി പറഞ്ഞിട്ട് ആകാല്ലേ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂടി ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ വലിയ വമ്പൻ പരസ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് വീണ്ടും. അപ്പം ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമ്മളെ കിടുക്കാച്ചി അടിപൊളി ഒരു വീഡിയോയിലായിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല നല്ല മൊമെൻസുകളാണ് ഇന്നിപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങളും കൂടി പറഞ്ഞാലാണ് എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പം അങ്ങോട്ട് പോന്നോളിട്ടോ. സസ്പെൻസ് അങ്ങോട്ട് പൊട്ടിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒന്നാം പരീക്ഷയ്ക്ക് നിൽക്കുകയാണ്. ഇതിൻ്റെ നടത്തം വ്യായാമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിയർത്ത് കുളിച്ചിട്ടാണ് ഈ അടുക്കളയ്ക്ക് പൊതുവേ വരലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പരീക്ഷേൻ്റെ തുടക്കമാണ്. ഫസ്റ്റ് പരീക്ഷയാണ്. ഇപ്പം മോഡൽ പരീക്ഷ ആണെങ്കിൽ കൂടി പേടിയില്ലാതെ നിൽക്കൂലല്ലോ. മക്കൾക്ക് എങ്ങനെയല്ല ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ പേടിയാണ്. പിന്നെ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം വന്നപ്പം ഓള് ഞാൻ ഉണ്ണിമോളെ നമ്മൾ ഉഷാറായിട്ട് എപ്പോഴോ നീപ്പിച്ച് നിർത്തി. ഞാൻ നടക്കാൻ പോയപ്പോൾ തന്നെ ഉള്ളൊരു 4:45-5 മണിയോടെ അടുപ്പ് ഓളം നീപ്പിച്ചതാണ് കേട്ടോ. കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. എത്ര പഠിച്ചാലും നമുക്ക് പരീക്ഷേനെ തലേന്ന് ഇരുന്ന് പഠിക്കാന്ന് പറയുന്നത് അതൊരു സുഖം വേറെ തന്നെയാണല്ലോ. അങ്ങനെ ഇരുന്നിട്ട് രാത്രി കുറേ ഇരുന്ന് പഠിച്ചു. ഒരു 12 മണി 1 മണി വരെ ഓള് പഠിച്ചു. കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയും കുത്തി നീപ്പിച്ചതാണ് കേട്ടോ. നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളതൊക്കെ എങ്ങനെയായാലും ഈ അടുപ്പത്തേക്ക് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് തോന്നുന്നു. എൻ്റെ അമ്മയും അച്ഛനൊന്നും പരീക്ഷയാണ്, പഠിച്ചോ, മാർക്ക് വാങ്ങണം, വലിയ ക്ലാസ്സിലെത്തണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയും നമുക്കൊന്നും മുളപ്പിച്ച് തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെറുതെ ആയിട്ട് മുളച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എവിടെ എത്തി ചോദിച്ചാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അടുപ്പങ്കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഏതായാലും അതങ്ങോട്ട് പോട്ടെ. നമ്മൾ ആ ഒരു പഠിക്കാത്ത തൂക്കം ഇപ്പോഴും ആ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറുതായിട്ട് 2-3-4 വാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതവിടെ കിട്ടുന്നാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ രീതി അടിപൊളിയായിട്ടാണ് പോകുന്നുണ്ടല്ലോ. അതിന് വലിയ സമാധാനമുണ്ട്. അങ്ങനെ ഓളെ പഠിപ്പും കാര്യങ്ങളായിട്ട് ഓളങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയോട് ഇങ്ങനെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് പൂളയും ചായയാണ് ചായക്ക് അടിയുള്ളത്. പിന്നെ പിന്നെ കുറച്ച് നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ചക്കത്തെ. ബാക്കിയിട്ടല്ലോ എങ്ങനെയായാലും ഞായറാഴ്ചക്കത്തെ ഇത്തിരി ബാക്കിയില്ല എന്നൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. തിങ്കളാഴ്ച രാവിലെ നീച്ചിട്ട് അത് തിന്നാൽ ഒരു സമാധാനമാണ്. ഞായറാഴ്ച വെച്ചതാണ്, വലിയ കേടൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അത് കുറച്ചുണ്ട്. പിന്നെ പൂളുണ്ട് ഉണ്ടാക്കാനായിട്ട്, പൂളിയും ചമ്മന്തിയും. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ഏതായാലും ഉഷാറായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ആ ഒരു അല്ലറ ചില്ലറ പണികളാണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ മൂപ്പര് ചായ കുടിച്ചാണ് പണിക്ക് പോകാൻ വേണ്ടിയിരുന്നത്. കുഞ്ഞ് ബാഗൊക്കെ ഇട്ടാണ് പണിക്ക് പോകുന്നത്. അതിൽ ചായ, വെള്ളം ഒക്കെ, ചായക്ക് കടി ഒക്കെ കൊണ്ടിട്ടാണ് പോണത്. അപ്പോൾ അതിനങ്ങോട്ട് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള പരിപാടികൾ എടുക്കട്ടെ വെച്ച് അപ്പം കടക്കൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ വന്നുകൊണ്ട് ഈ ഒരു സ്പേസ് അമ്മക്ക് വിട്ട് കൊടുത്തേക്കണ് മക്കൾ. അപ്പോൾ അപ്പുറത്താണ് ഞങ്ങൾ കിടക്കുന്നിടത്താണ് മക്കൾ കിടക്കുന്നത്. ഞങ്ങൾ കടക്കും കട്ടിലൊക്കെ എടുത്ത് തന്നെ ഞങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾ ഹാളിലാണ് വന്നിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയല്ല എല്ലാവരും ഒക്കെ ഒത്തിരിക്കുമ്പോൾ നല്ല രസമല്ലേ, കുടുംബത്തിൽ ഭയങ്കര രസമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു പരിപാടി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മൂപ്പരൊന്ന് യാത്ര അയക്കണമല്ലോ. ഈ ദുഃഖവാദത്തിൽ സ്നേഹം വിടർത്തിക്കൊന്ന് ഭാര്യ ആകണമല്ലോ ഇടക്കും തലക്കൊക്കെ. അപ്പോൾ ഞാനിത് വാതിൽക്കൽ കുറച്ച് നേരം നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നിന്ന്. അപ്പോൾ ടാറ്റൊന്നും മൂപ്പര് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, കൊടുത്തു തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോണ പോക്ക് ഇക്കൊരു വാരമായിട്ടാണ് പോയത് കേട്ടോ. മൂപ്പരാണ് ചായയും കടിയൊക്കെ ആക്കി വെച്ചത്. ഞാൻ വേറെ എന്തോ ഒരു പണിയിലായിരുന്നു. അപ്പം മകളെ ചോറ്റുപാത്രത്തിലാണ് മൂപ്പര് കടിയൊക്കെ ഇട്ടുകൊണ്ട് പോയത്. ഇപ്പം എന്തുണ്ട് എങ്ങനെയായി. അപ്പോൾ ഞാൻ എല്ലൊക്കെ വെട്ടിയിട്ട് പിന്നെ ചോറാക്കി കൊടുക്കേണ്ട ഗതി വന്ന്. അപ്പം അങ്ങനെയാണ് ഇല്ലത്. അപ്പോൾ ഓളും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓള് 8 മണിൻ്റെ ബസ്സിന് പോകും. ഓള് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മറ്റോളെ നീച്ച് വല്ലൊക്കെ തേച്ച് ഓള് കുളിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ച്. കുളിക്കുന്നതിന് മുന്നേ ഈ ഒരു മീൻ നന്നാക്കണം കേട്ടോ. അപ്പോൾ അച്ഛമ്മ വന്നത് പ്രമാണിച്ചാണ്ട് ചെറുമകൻ പേരക്കുട്ടി പുഴയിൽ പോയിട്ട് വലട്ട് കൊണ്ടുവന്നതാട്ടോ. മീൻ തപ്പിപ്പിടിച്ചോ വലയൊക്കെ ഇട്ട് കൊണ്ടുവന്നതാണ്. അച്ഛമ്മക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മീൻ, പുഴയത്തെ മീനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടാത്തല്ലേ. അപ്പോൾ അങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിതാ പുളം ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കണില്ല. അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചതാണ്. അപ്പം ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുക്കള എന്ന് പറയുകയാണെങ്കിൽ പറയാനുണ്ട്. ഒരു പൂരപ്പറമ്പാണിത്. ഭയങ്കര രാവിലെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അടുക്കള. പിന്നെ ആക്കും പോലെയാണ് നമ്മൾ അടുക്കളയുടെ നന്നാക്കുള്ളൂ. അപ്പോൾ കുളിയും ദേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചാന്തും മൂറിയും പൊട്ടൊക്കെ തൊട്ട് കുളിച്ചത് അറിയണമല്ലോ, അറിയിക്കണമല്ലോ. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് റെഡി ആയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ബാക്കി പരിപാടി ചോദിച്ചാൽ ഒരാളെയും കൂടി സ്കൂൾക്ക് പറഞ്ഞേക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ നോക്കണം. അങ്ങനെ കോഴിക്കളെ എണ്ണം കുറഞ്ഞ് വരികയാണ്. ഒരു പുള്ളിക്കോഴി ഉണ്ടായിരുന്നു, കറുത്ത ഒരു പുള്ളിക്കോഴി ഉണ്ടായിരുന്നു. അതിന് ഇന്നലെ കുറുക്കനോ പൂച്ച അങ്ങനെ ആരോ രാത്രി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 36 ഇവിടെ എവിടെയും കാണാനില്ല.
അപ്പോൾ ഇവിടുത്തെ ഒരു മുതുമുത്തശ്ശി കോഴിയായിരുന്നു അത്, അതിൻ്റെ മക്കളാണ് പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ആ ഒരു ദുഃഖത്തിലായിരുന്നു. മുട്ടിടുന്ന കോഴി തന്നെയായിരുന്നു, നല്ല ഉഷാറൻ കോഴി തന്നെയായിരുന്നു. നമ്മൾ ചാത്തിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയായിരുന്നു, മുത്തച്ഛി തന്ന കോഴിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ആ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാക്കണം എവിടെ എത്തിയിട്ടുണ്ട് ചോദിച്ചാൽ മേലെ ഇതാക്കണം കുഞ്ഞാറ്റിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേന് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഭാഗ്യത്തിന് നമ്മൾ ഓടി കിതച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓള് ബസ് കയറിപ്പോയി. പിന്നെ ഞാനും ആമയും കൂടി വെളിച്ചെണ്ണ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങാനായിട്ട് നമ്മളെ പീടികയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങി അമ്മിക്കൊരു മഞ്ചും വാങ്ങി കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ അതാക്കണം ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ. പട്ടിക്കുട്ടി ഒരു പട്ടിക്കുട്ടി എന്നല്ല, ഒരു 5-8 പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ അതാക്കണം അമ്മയായിട്ട് പാൽ കുടിച്ച് കിടക്കുന്നു, രസത്തിൽ പാലൊക്കെ കുടിച്ച് കിടക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത്. ഇതിപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള കോഴിക്കൂട്ടിലൊക്കെയാണ് തോന്നുന്നു പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ ഇവിടെ വലുതാവുമ്പോൾ ഉണ്ടല്ലോ നിറയെ പട്ടിക്കൂട്ടാവുമ്പോൾ ഏതായാലും ഇവിടെ. അപ്പം ഇന്നെ കണ്ട ധൈര്യത്തിൽ ഇതാക്കണ ആമി ഈ ഒരു വടി എടുത്തുകൊണ്ട് തോണ്ടാല പരിപാടിയാണ് കേട്ടോ. ആ ഒരു കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഒരു ക്യൂട്ട് മൂന്തയൊക്കെ കൊണ്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതാക്കണം ഞാൻ കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ ഇതിന് കണ്ണൻ്റെ വിളി വന്നു. ഇവിടെ തയ്ച്ച് കൊടുക്കാമല്ലോ താത്തമാർ വന്നിക്കണം, ഇത് എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട്, വേഗം വന്നോളിയെന്നും പറഞ്ഞിട്ട് ആർക്കുണ്ടായിരുന്നു. അതിൽ പിന്നെ അവിടുന്ന് വർത്താനൊന്നും പറയാതെ വണ്ടി കരച്ചിങ്ങോട്ട് വന്നു. പിന്നെ ഒരു താത്ത ജമീൽ താത്ത വന്നു അതിൻ്റെ ആ ഒരു ഇത് അടിച്ചു കൊടുത്തു. പർദ്ദ കൊണ്ട് നമ്മൾ ഒരു അണ്ടർ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു അടിപ്പാവട അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് താത്താക്ക് എടുത്തു കൊടുത്തു. ആ ഒരു ഡീലാണ്ട് കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ബാക്കി പരിപാടി നോക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനി പഠിച്ചു വരലും തുടക്കലും ആണ് ഉള്ളത്. പിന്നെ കറി വെക്കാനുണ്ട്. അങ്ങനത്തെ ചില്ലറ പരിപാടികളാണ് ഉള്ളത് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞാലാണ് ഇവിടെ അടിച്ചു വരലും തട്ടിക്കോട്ടലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പോട്ടേന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും സമാധാനത്തോടെ അങ്ങോട്ട് എടുക്കുക, ആരും ശല്യം ഉണ്ടാവില്ല എൻ്റെ ഒരു പണി എടുക്കാനായിട്ട്. അച്ഛമ്മ എന്ത് കറി ഉണ്ടാക്കണം അച്ഛമ്മ? പറയാ അച്ഛമ്മ. അച്ഛമ്മ ഓൾ ഈസ് ഗുഡ്, പണ്ടത്തെ കറിയാണല്ലോ. അവിടെ വേറെ മീണ്ട് അതെ. ഞാൻ നല്ല പിടിച്ചോണ്ടുന്ന മീനാണ്, സിലോപ്പിയൊക്കെ ഉണ്ടോ. അച്ഛൻ ഉപ്പുണ്ടോ നോക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട് അച്ഛമ്മ? പറയോ. അടിപൊളിയാണോ? അങ്ങോട്ടല്ല ഇങ്ങോട്ട് തിരിച്ച് ആ ഓഫായിക്കണ മതി. ഇതാണ് ഗായ്സ് അച്ഛമ്മൻ്റെ കറി. ഗായ്സ് അച്ഛമ്മൻ്റെ കറി. അടിപൊളി അച്ഛമ്മ, അടിപൊളി കറി. ഇന്നലെ ഞങ്ങൾ പിടിച്ചോണ്ടുന്ന മീനാണ്. നമ്മൾ ഉച്ചക്കത്തെ ചോറിനുള്ള കറിയാണത് ഗൈസ്, സെറ്റാക്കണം. അപ്പോൾ ഇന്ന ഇതാക്കണം. ഇപ്പം നിങ്ങൾക്ക് ക്രൂരതയുടെ മുഖമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വെക്കണ ഒരു കറി അമ്മ വെക്കണ കറി ഒരു വേറെ ടൈപ്പാണ്. എന്താ വെച്ചാൽ പണ്ടത്തെ കറി അമ്മക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അമ്മക്ക് ആ ഒരു ചൊയയിലും ആ രുചിയിലൊക്കെ കിട്ടണമെങ്കിൽ അമ്മ തന്നെ വെക്കണം. അപ്പം അങ്ങനെ അമ്മക്ക് എല്ലാ സാധനങ്ങളും സാമഗ്രികളൊക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്ത് അടുപ്പും കൂടി കത്തിച്ച് കൊടുത്തിട്ടാണ് അവിടുന്ന് പോന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അടിച്ചുവരലും തുടക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അമ്മയും പേരക്കുട്ടിയും കൂടി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. കണ്ണനുണ്ടേന്ന് ഒപ്പത്തിനൊപ്പം. നമുക്കങ്ങനെ ഗ്യാസ് കത്തിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നും കഴിയൂല കേട്ടോ. അതുകൊണ്ട് കണ്ണനെ ഞാൻ അവിടെ നിർത്തി ക്യാമറയും കൊണ്ട് ഏതായാലും നിൽക്കല്ലേ വെറുതെ വീഡിയോ എടുത്തോന്നും പറഞ്ഞിട്ട് ഓനങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഓനെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അമ്മൻ്റെ ഇതാക്കുന്ന നല്ല പുഴമീൻ്റെ ചാറും കുട്ടിയാണ്ട് ഇന്ന് തട്ടാന്നില്ല ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും.
അല്ലെങ്കിൽ ഇതാരെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോഴെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്നെ ഉണ്ടാക്കിച്ചേ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പം എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ തിന്നുന്ന ഞാൻ തന്നെ രസമുണ്ടെന്ന് പറയാം. അതൊന്നും രസമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പം നമുക്കിങ്ങനെ ഇരുന്ന് തിന്നാനായിട്ട് നല്ല രസമുള്ള പരിപാടിയാണ്. ഇത് മടി ആവുകൊണ്ടല്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് ഇപ്പോൾ അമ്മൻ്റെ ഊഴാണ്, അമ്മ വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും മെല്ലെ അടുക്കളയിൽ നിന്ന് സ്കേപ്പ് അടിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് അമ്മൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ആയി. അമ്മ നല്ല ഉഷാറായിട്ട് വെച്ചു. പിന്നെ മത്തീൻ്റെ എന്നിട്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വാങ്ങി വെച്ച മത്തിയെന്ന് അതൊന്ന് പൊരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മീൻചാറ് തുറന്നു നോക്കിയപ്പോൾ അത് വറ്റി നല്ല ഉഷാറം മീൻചാറായിട്ടുണ്ട്. അതും ഒരു 1.5 ചാറന്നെ എന്നിട്ട് അപ്പോൾ അതും കൂടി ഒരു പിടി പിടിപ്പിക്കണം. പിന്നെ ഞാൻ പപ്പടം കാച്ചി. അങ്ങനെ അടുക്കളയത്തെ ഒരു മൊത്തത്തെ പരിപാടിയാണ് കഴിഞ്ഞൊരു സമാധാനമായിട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയ്യുന്ന കാലൊക്കെ നീട്ടിയിട്ട് ഇരിക്കണം, അതാണ് ഇപ്പോൾ ഒരു ചിന്താഗതിയുള്ളൂ. അടുക്കളയാണ് വൃത്തിയായി പിന്നെ എല്ലോടും വൃത്തിയായ മരിക്കല്ലേ. സിങ്കിൽ പാത്രവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു സമാധാനമാണ്, അവിടെ നോക്കിയിരിക്കാൻ തന്നെ തോന്നും. ഇതിൻ്റെ ഇടയിൽ സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണി 1:30 ആയപ്പോൾ മൂപ്പര് ചോറുന്നാൻ വന്ന് ചോറൊക്കെ കൊടുത്തു. അമ്മേൻ്റെ ചാറൊക്കെ കൂട്ടിയിട്ട് മകൻ ഭയങ്കരമായിട്ട് ചോറുന്നാണ്. അപ്പോൾ രണ്ടാളും കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ചോറ് തിന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ടുണ്ട്, നമുക്ക് വീഡിയോ വേണമല്ലോ. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ ചോറുന്നു. എല്ലാവരും ചോറ് തിന്ന് കഴിഞ്ഞേരെ ഞാൻ ഇത് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇതിപ്പോൾ അമ്മൻ്റെ മാക്സിയാണ്. അമ്മ 2 മാക്സി 3 മാക്സി കൊണ്ടുവന്ന് അതിലൊന്ന് അടിച്ചു കൊടുത്തു. അമ്മ ഇടുന്നുണ്ട്. അപ്പോൾ 2 കൂടി അടിക്കാണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അമ്മൻ്റെ നല്ല ഉഷാറും മാക്സി കേട്ടോ. ഈ ഒരു തുണിൻ്റെ എന്താ പേര് പറയാം, പിന്നെ അജ്രക്ക് കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് അടിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊക്കെ വെട്ടി അടിച്ചു. ഇത് കുറച്ച് വലിയ മാക്സി കേട്ടോ, അറക്കം ഉണ്ടായിരുന്നു, വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മക്ക് ഇത്തിരി മെലിഞ്ഞുകൊണ്ട് തന്നെ അപ്പം കുറേ വെട്ടി കളയാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം. ഇതിൻ്റെ ലാസ്റ്റ് പരിപാടിയാണ്. ഇത് കൂടി കഴിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നോക്കിയിരിക്കാൻ ഉറങ്ങാനുള്ളൊരു താല്പര്യം നല്ലപോലെ വരുന്നുണ്ട്. ഉച്ചയല്ലേ, ചോർന്ന് കഴിഞ്ഞാൽ ഉറക്കം പതിവില്ല, എന്നാലും വെറുതെ ഫോണൊക്കെ നോക്കുമ്പോൾ കണ്ണ് മാളി വരലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ആയിട്ട് കുറിച്ചാണ്ട് ഈ മെഷീനിൽ തന്നെ ഇരിക്കാൻ നോക്കണത്. ഫോൺ നോക്കിയാൽ ഉറങ്ങിയിട്ട് തള്ളി മറിയും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങാതെ കടിച്ച് പിടിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ഭാഗം തോന്നിയിട്ടാണ് തോന്നുന്നത് ഈ ഒരു ഐഡിയാസ് വന്നത് കേട്ടോ. ഇതിപ്പോൾ അമ്മൻ്റെ ആ ഒരു മാക്സിൻ്റെ കൈഭാഗം കേട്ടോ, കുറച്ച് നല്ല ഞാൻ കൈയിൻ്റെ ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൈയിൻ്റെ ഒരു ഭാഗമാണിത്, അടിച്ചതിൻ്റെ ബാക്കി കേട്ടോ. അത് ഫുള്ള് ആ ഒരു മാക്സി ഫുള്ളും അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ 2 കൈയിൻ്റെ ആ ഒരു ഭാഗമാണിത്. പിന്നെ ഇതാക്കുന്ന അടിഭാഗം നല്ല പോലെ വെട്ടാണ്ടായിരുന്നു. അതിൻ്റെ ഇതാക്കുന്ന ഒരു ചെറിയൊരു പീസാണ് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാലോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തീരുമാനം വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും താമസിക്കില്ല, പെട്ടെന്നാവും കേട്ടോ. നമ്മളിതാക്കണ വേഗം അതിന് മോഡലും കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കിയിട്ട് എങ്ങനെ ഈ ഒരു തുണി വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു. അതിൽ പിന്നെ അത് മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ അവിടെ എന്തായില്ലോ ചോദിച്ചാൽ അവിടെ നമ്മൾ ആ ഒരു പർദ്ദ പാവാട അടിച്ചില്ലേ, അതിൻ്റെ ആ ഒരു മേലഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്മേന്ന് ഒരു കുറച്ച് കറുത്ത ശീല എടുത്തിട്ട് പിന്നെ ഇങ്ങനെ അടിച്ച് കൂട്ടി വെച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു സമാധാനമാണ്. വേസ്റ്റിൽ നിന്നാണല്ലോ ഇത് എത്രയും കിട്ടിയത്. ഒരു ജീൻസൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പീറ്റർ കോളറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് മുത്തും കല്ലുകളൊക്കെ അമ്മ പിടിപ്പിക്കാനുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അലങ്കാരപ്പണികൾക്ക് ഒട്ടും നമ്മൾ പിന്നിലല്ല, അതുകൊണ്ട് അത് വരും ദിവസങ്ങളിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ഒരു കുടിയിരിക്കലുണ്ട്, അതിന് പോകണം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ നേരെ വൈകുന്നേരമായി. മൂപ്പര് വന്നപ്പോഴാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, മക്കളെ മാലൊന്ന് മാറ്റണം എന്നുള്ളത്. പൊട്ടി അങ്ങ് തലക്കിലെത്തിക്കണം, അതൊന്ന് മാറ്റിയാൽ ഉഷാറേന്നല്ലോ. അപ്പോൾ പെണ്ണുങ്ങളായാലും അങ്ങനെയാണ്, പണ്ടത്തിനോട് കുറച്ച് കമ്പ കൂടുതലേക്കാറില്ലേ. എന്തായാലും വേണ്ടില്ല, അത് നോക്കാതെ തോന്നുന്നില്ല. ഫാൻസി കാണുകയാണെങ്കിലും പണ്ടത്തിനോട് ഇത്തിരി കമ്പം കൂടുതലാവും. അങ്ങനെ അതാക്കണം പൈസ തട്ടിക്കൂട്ടിയാണ്ട് നമ്മളെ യൂട്യൂബത്തെ പൈസ ഇത്തിരി പൊടി ഉണ്ടായിരുന്നു കയ്യിലായിട്ട്. അപ്പം വന്നതാണ് കേട്ടോ, ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ ഇടവണ്ണക്ക് വന്നു കേട്ടോ. ഇടവണ്ണയിൽ വന്നിട്ട് നമ്മൾ സാറാ ഗോൾഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി വാങ്ങാനല്ല, അപ്പോൾ വലിയ അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമാറിയും കാര്യങ്ങളും പൈസ കൊടുക്കേണ്ട അവസ്ഥ വരരുത്, ആ ഒരു തൂക്കത്തിൽ തന്നെ എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് വന്നത് കേട്ടോ. അപ്പോൾ മക്കൾ 2 മാലയും ഒരേപോലെ തന്നെ സച്ചിൻ ചെയ്യുന്നൊന്നും ഇല്ല, എന്ത് അതാണെങ്കിൽ വലിയതാണ്. ഇപ്പോഴത്തെ അങ്ങനെ അല്ലല്ലോ, ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ നൂല് വണ്ണത്തിലുള്ള മാലകളല്ല ഇടുക, അവൾക്ക് അതാണല്ലോ ഇഷ്ടം, ഫാൻസി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് 2 എടുത്തു വെച്ചു. നല്ല മോഡൽ, കുറച്ച് പൊട്ടാത്തൊരു സൈസ് മോഡലാണ് എടുത്തു വെച്ചത്. പിന്നെ ചെറിയൊരു ലോക്കറ്റും കൂടി അയക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉണ്ണിമോക്ക് ലോക്കറ്റില്ലത് മതി എന്ന് പറഞ്ഞാൽ പോക്ക് അത് കൊടുത്തു. പിന്നെ എന്താക്കണം എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത്, ഒരു വള വാങ്ങാൻ നല്ലൊരാഗ്രഹം ഉണ്ട് കേട്ടോ. പക്ഷേ കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുമായിരിക്കൂലേ. അപ്പം അങ്ങനെ ചിന്താഗതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ആക്കും പോലെ കുറേ കൊല്ലമായി ചിന്തിച്ച് വെച്ചേക്കണം നമുക്ക്. പിന്നെ കമ്മലിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്, ഞാനിതൊക്കെ പാടെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ ആ ഒരു
വജ്രത്തിൻ്റെ ആ ഒരു മോഡലാണ്, ഡയമണ്ടിൻ്റെ ആ ഒരു സെക്ഷനാണ് ആ വരുന്നത്. പിന്നെ വലുത് എന്തൊക്കെയോ കണക്കും കാര്യങ്ങളാണ് പറയുന്നത്. പൊതുവേ നമുക്ക് കണക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കേൾക്കാനൊന്നും പോയില്ല, എനിക്കത് കേട്ടാൽ മനസ്സിലാകില്ല. പിന്നെ ഇപ്പം ഇതെന്താ സംഗതി എന്നില്ലേ, അപ്പം ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസാണ്, മൊത്തത്തിൽ സർപ്രൈസാണെന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ആ ഒരു ഓർക്ക് മാല ഉണ്ടാവുന്നത് മാല മാറ്റി വാങ്ങിയപ്പോൾ ഒരു 10,000-3000 റുപ്യ ഇതാക്കണം, ബാലൻസ് നമുക്ക് തരാനായിക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി തൂക്കം കമ്മിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ മാലയേ ഉള്ളൂ അവിടെ. അപ്പോൾ ഒരു 3000 ഇപ്പം ഇങ്ങോട്ട് തരാനാണില്ല, നമുക്ക് തരാനാണില്ല. അപ്പം മൂപ്പര് പറഞ്ഞ എൻ്റെ മാലയും കൂടി ഒന്ന് ശരി എന്തെങ്കിലും ഒക്കെ ആക്കി എടുക്കുക, എന്നാൽ ആ ഒരു 3000 റുപ്യ ഇവിടെ തന്നെ ശരിയാക്കി പോകാം, നമുക്ക് വീട്ടിൽ കൊണ്ടാണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചെയിനും കൂടി മാറ്റിയിട്ടോ. അത് സർപ്രൈസ് ചെയ്യുന്നു, ഞാനത് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് തന്നെ ഇല്ലായിരുന്നു. ഞാൻ മക്കളെ മാല മാറ്റാലോ എന്നുള്ള ചിന്താഗതിയിൽ പോയതാണ്. പിന്നെ ചിന്താഗതി തന്നെ അല്ലേന്ന്, അതൊന്നും തന്നെ ആ ഒരു സെയിൽസ് ആ അവിടുത്തെ ആ കടയത്തെ ആളും മൂപ്പരും കൂടിയാണ്ട് ഊര് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നെ. അതിൽ പിന്നെ ഗത്യന്തരമില്ലാതെ ഊരി കൊടുത്തു ഞാൻ. എൻ്റെ ആ ഒരു മാല അവിടെ കൊടുത്തിട്ട് പിന്നെ വേറൊരു മാല ആ ഒരു തൂക്കത്തിൽ തന്നെ അങ്ങോട്ട് എടുത്തു കേട്ടോ. ഒരു ഒന്നും കൂടിയും കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ഒരു മാല, ഒരു തത്തമ്മക്കൂട് പോലെ ഒരു മാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോഴും ഒരു അന്തംപെടലാണ്, ഇങ്ങനെ നോക്കി നിന്നപ്പോഴും ഒരു അന്തംപെടൽ, എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചതെന്നുള്ളത് കേട്ടോ. ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഇട്ടില്ല, മക്കൾക്ക് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. മക്കളൊക്കെ വലുതാകുകയാണല്ലോ, അപ്പോൾ അവർക്ക് വാങ്ങിയിടണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇങ്ങനെ പോണതെന്ന് പെട്ടെന്നാണ് അങ്ങനെ ഒരു സർപ്രൈസ് വന്നത്. പിന്നെ പോയതിപ്പോൾ എങ്ങോട്ട് ചോദിച്ചാൽ ഇതാകണ് കുഞ്ഞാറ്റ് കുറേ ദിവസമായി ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രോസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ അന്തം വിട്ടു, ഇയാളിപ്പോൾ എന്ത് വിചാരം, എന്ത് ചിന്താഗതിയാണോ ഇയാളെ മനസ്സിലുള്ളത്, എന്തൊക്കെയോ ഇതാക്കണ് നമ്മൾ വിചാരിച്ചാത്തൊക്കെ അത് നടത്തി തരുന്നത്, എന്താ അപ്പോൾ ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഇപ്പം ഉണ്ടായതെന്ന്. അപ്പോൾ കാരണം നമ്മൾ കുറേ കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും സാധിച്ച് തന്നിട്ടുണ്ടെങ്കിലും പൈസ കയ്യിലുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാത്ത ഒരാളാണ്. പെട്ടെന്ന് ഇതാക്കണം ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ മാത്രം എന്തുണ്ടായി. അതിങ്ങനെ തലക്ക് കയ്യും കൊടുത്തിട്ട് ആലോചിച്ച് കുത്തിരിക്കുന്ന എന്താ അപ്പം ഈ കാണുന്നതൊക്കെ, ഞാൻ സത്യമാണോ വിദ്യയാണോ ഒന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. നന്ദനത്തിന് നവ്യൻ്റെ കൂട്ടായിരുന്നു കേട്ടോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നും പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിന്നത്. ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്ര തന്നെ ഉള്ളൂ. സർപ്രൈസ് അടിപൊളിയായില്ലേ, ഒന്ന് ലൈക്ക് ചെയ്തോളി.